നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മെയ് മാസം 14 ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും വിരമിക്കുകയാണ്. അദ്ദേഹം വിരമിക്കുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതി നിയമിച്ച കൊളീജിയമാണ് ഹൈക്കോടതിയുടെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള കള്ളപ്പണ ആരോപണം സംബന്ധിക്കുന്ന കൃത്യമായ അന്വേഷണം നടത്തിയത്. അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ജസ്റ്റിസ് വർമ്മ കുറ്റാരോപിതനാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിൽ അഴിമതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അഴിമതി ആരോപണം ശക്തമായി നേരിടുന്ന ജഡ്ജിമാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും അവർക്കെതിരെയുള്ള കുറ്റം കൃത്യമായി തെളിയിക്കപ്പെട്ടാൽ അവരെ ഇംപീച്ച് ചെയ്യാനുമുള്ള അധികാരം അത് രാഷ്ട്രപതിക്ക് കൃത്യമായി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്നാൽ സുപ്രീം കോടതി എന്നത് രാജ്യത്തെ പരമോന്നത നീതിപീഠമായതുകൊണ്ടും സാധാരണ ജനങ്ങളുടെ അവസാന അത്താണിയായതുകൊണ്ട് സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യാൻ പാർലമെന്റിന് പോലും അധികാരമില്ല എന്നിരിക്കെ രാജ്യസഭയുടെ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി കൂടിയായിട്ടുള്ള ജഗദീപ് ധൻഖറിന്റെ ചോദ്യം ചെയ്യൽ അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആയിരിക്കാം അവരിത് ചെയ്യുന്നത്, പക്ഷേ അത് സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യം എന്നത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാത്തതാണ്. സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാർ കുറിക്കുന്ന ജഡ്ജിമെന്റ് ഓരോ വ്യക്തികളെയും വലിയ തോതിൽ സ്വാധീനിക്കപ്പെടുന്ന കാര്യമാണ്. ജസ്റ്റിസ് വർമ്മ പുറപ്പെടുവിച്ച വിധികളുടെ പുനഃപരിശോധന ഉൾപ്പെടെയുള്ളത് നടത്താൻ തീരുമാനമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതായത് ചീഫ് ജസ്റ്റിസ് ശക്തമായും അദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. മാത്രമല്ല, അഴിമതിക്കാരായി നിരവധിയായ ജഡ്ജിമാർ ഉണ്ട് എന്നുള്ളത് കൃത്യമായി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു വെക്കുകയാണ്. ജുഡീഷ്യറിയിലെ അഴിമതി തടയാൻ നിയമം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ജുഡീഷ്യൽ സംവിധാനത്തെ മൊത്തത്തിൽ താറടിക്കാൻ ആരെയും സമ്മതിച്ചുകൂടാ. ജുഡീഷ്യറി എന്നത് ഭരണഘടനാപരമായിട്ടുള്ള ഏറ്റവും വലിയ ഇൻഡിപെൻഡന്റ് അതോറിറ്റി എന്ന രീതിയിൽ തന്നെ നിലനിൽക്കേണ്ടതാണ്. ജുഡീഷ്യറി എന്നത് ഇന്ത്യയിലെ 3 ടയർ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് സ്വതന്ത്രമായി തന്നെ നിൽക്കേണ്ടതുമാണ്. അതിനകത്ത് കൈകടത്താൻ ഒരാളെയും അനുവദിക്കില്ല എന്നുള്ള കാര്യം ചീഫ് ജസ്റ്റിസ് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ ചില ആരോപണങ്ങൾ പല ജഡ്ജിമാർക്കെതിരെയും വരുന്നതിനെ കൃത്യമായും അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ഓരോന്നായി അതിൻ്റെ 2 വശങ്ങൾ കൂടി പരിശോധിക്കാൻ തയ്യാറാകുന്നത്. എന്നാൽ ചില ഗോദി മീഡിയകൾ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയെ കരുവാക്കുകയാണ്. നമുക്കറിയാം, പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടക്കാനേ പാടില്ലായിരുന്നു എന്ന ആരോപണം അർണബ് ഗോസ്വാമി നടത്തിയത് അത് ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകന് പറയാൻ ഒരു രീതിയിലുള്ള അധികാരവും ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല. അത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾക്കെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തിരിഞ്ഞിരിക്കുകയാണ്.